കളിയും കോമഡിയും ഒക്കെ അതേപോലെ തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാബിറ താത്താനെ അറിയില്ലേ? യൂട്യൂബിൽ ധാരാളം വീഡിയോ ചെയ്ത സാബിത പിന്നീട് റീച്ച് ലഭിച്ചുകൊണ്ടിരുന്നത് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞതുകൊണ്ട്. യൂട്യൂബിൽ വളരെ സജീവമായിരുന്ന ഒരു പേര് അവരുടെ ചാനൽ പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. വീഡിയോകൾക്ക് വ്യൂസ് ഉണ്ടായി, ചർച്ചകളുണ്ടായി, പിന്തുണയും എതിർപ്പും ഒരുപോലെ ഉണ്ടായി. പക്ഷേ ആ ചാനലിൻ്റെ ഉള്ളടക്കം പലപ്പോഴും ഉസ്താദുമാർക്കെതിരെ ദീൻ പഠിപ്പിക്കുന്നവരെ സംശയത്തിൻ്റെ നിഴലിലാക്കി. അവരുടെ ഉദ്ദേശങ്ങളും പരിശ്രമങ്ങളും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു അത്. ഇന്ന് ആ ചാനൽ യൂട്യൂബിൽ കാണുന്നില്ല. ടെർമിനേറ്റ് ചെയ്തതാണോ, ജനങ്ങൾ കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്തതാണോ, ഇതൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാനാകില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒരു ചിന്തിക്കേണ്ട സംഭവമാണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചും പഠിപ്പിച്ചും രാത്രികൾ ഉറക്കമില്ലാതെ ചെലവഴിച്ചും ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ചും നമ്മളെ നേരായുള്ള വഴിയിലേക്ക് വിളിക്കുന്നവരാണ് അവർ. നമ്മുടെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ പോലുള്ള ഉസ്താദുമാർ. അവരിൽ മനുഷ്യരാണ്, തെറ്റുകൾ ഉണ്ടാകാം. പക്ഷേ അവരുടെ സ്ഥാനവും ദൗത്യവും ചെറുതല്ല. ഖുർആൻ പറയുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ? അപ്പോൾ അറിവുള്ളവരെ പൊതുവേദികളിൽ അപമാനിക്കുകയും അവരെ മുഴുവൻ ദീൻ വിരുദ്ധരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. സാബിറ താത്തയുടെ ചില വീഡിയോകൾ കാണുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ ഉസ്താദുമാരോടുള്ള ബഹുമാനത്തിന് കുറവ് സംഭവിക്കാം. അത് സംശയങ്ങൾ വിതച്ചിരിക്കാം. അത് അറിയാതെ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പ്രസക്തിക്കായി ചെയ്തതായിരിക്കാം. പക്ഷേ ഫലം ഇന്ന് ആ ശബ്ദം നിശബ്ദമായി. ഇത് ശിക്ഷയാണോ, അള്ളാഹുവിൻ്റെ പിടിയാണോ, അല്ലെങ്കിൽ വെറും സാങ്കേതിക പ്രശ്നമാണോ? ഇസ്ലാമികമായി നാം പറയുന്നത് ഇതാണ്: അള്ളാഹു ഒരാളെയും പരീക്ഷിക്കാതെ വിടുന്നില്ല. ഖുർആൻ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടാതെ വിട്ടുകളയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചില പരീക്ഷണങ്ങൾ ധനത്തിലൂടെയാണ്, ചിലത് ആരോഗ്യത്തിലൂടെയും, ചിലത് പ്രസക്തിയിലൂടെയും, ചിലത് അപ്രതീക്ഷിതമായ വീഴ്ചകളിലൂടെയുമാണ്. ഒരു കാലത്ത് വാക്കുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾ കാതോർത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ വാക്കുകൾ എത്തുന്ന വേദി തന്നെ ഇല്ലാതാകുന്നത് ചെറിയ പരീക്ഷണമല്ല. ഇത് നമ്മളൊക്കെയും പഠിക്കേണ്ട ഒരു പാഠമാണ്. ദീൻ പറയുമ്പോൾ ആരെയെങ്കിലും അപമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഹങ്കാരത്തോടെ, അതുമല്ലെങ്കിൽ ഉലമാക്കളെ താഴ്ത്തിക്കൊണ്ട് അങ്ങനെ പറയരുത്. കാരണം ദീൻ അള്ളാഹുവിൻ്റേതാണ്. അത് ഉയർത്തുന്നവരെ അള്ളാഹു ഉയർത്തും, അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹു പരീക്ഷിക്കും. ഇന്ന് സാബിറ താത്താക്ക് സംഭവിച്ചത് അള്ളാഹുവിൻ്റെ കരുണയിലൂടെയുള്ള പരീക്ഷണമാണ്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്നാൽ, ഹാരിഫ് ഹുസൈനും ജാമിദ ടീച്ചർക്കും അവർക്കൊക്കെ ഇപ്പോഴും മതത്തെയും അള്ളാഹുവേയും അപമാനിക്കുവാനുള്ള വേദി തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ലേ? അത് അവരുടെ തെറ്റുകൾ അധികരിക്കുവാൻ വേണ്ടി സാബിതാക്ക് ഈ അനുഗ്രഹം ലഭിച്ചത് ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ചെന്നെത്താതിരിക്കുവാനും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സ്വയം ചോദിക്കണം, നമ്മുടെ നാവ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ വീഡിയോകൾ ആരെങ്കിലും ദീൻ വിട്ടുപോകാൻ കാരണമായിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നവരെ നാം അവഹേളിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ നമ്മൾ പിന്തുണക്കണം എന്നത് അത് അവരെ ആരാധിക്കുക എന്നല്ല, പക്ഷേ അവരുടെ സ്ഥാനത്തെ അംഗീകരിക്കുക, അവരുടെ പരിശ്രമത്തെ ബഹുമാനിക്കുക, തെറ്റുണ്ടെങ്കിൽ പോലും അദബോടെ അറിവോടെ സമീപിക്കുക എന്നതാണ്. ഇന്ന് ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കാണാൻ കഴിയട്ടെ സാബിറ താത്താക്കും നമുക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. യാ അള്ളാഹ്, ഞങ്ങളുടെ നാവിനെയും ഹൃദയത്തെയും ശുദ്ധമാക്കണമേ. ദീൻ പഠിപ്പിക്കുന്നവരെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പൊരുത്തപ്പെടണമേ. നേരായ നിന്റെ മഹത്തായ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ.